കൈക്കൊന്നും കുത്തിപ്പോല്ലേ? മുറിഞ്ഞ കൈ മുറിഞ്ഞോ? ലേശം അത് കൈക്ക് കൊത്തിയിട്ടല്ലേ അമ്മ? എനിക്കൊരു മരുവുണ്ടാകും. ഓളാരെ പോയി കാണല്ലേ രാവിലെ ഓള് വേഗം തൂക്കി പോകുന്ന വണ്ടി എടുത്ത് എന്റെ ഒരു പേരും പറഞ്ഞ് ഇറങ്ങിക്കോളൂ ഇവിടുന്ന്. അല്ല ഓളെ എന്തിനും കിട്ടുമോ നിങ്ങൾ വിചാരിക്കേണ്ട. അല്ലേ ഓള് പോയല്ലേ, ഓളെന്തിനാ പോയിക്കോട്ടെ. ഓള് പോകുന്ന ഒരു പെറ്റ പോരാൽ എന്തെല്ലാം പണി ഉണ്ടാവും, അതൊക്കെ ഓള് കുറച്ചൊന്നും അറിയണ്ടേ. ഇനി പോരെങ്കിലും ഒക്കെ അങ്ങ് കല്യാണാന്നോലെ നാളെ തൊട്ടനി അങ്ങേക്ക് അങ്ങേക്കൊന്ന് പോകണ്ടായിരുന്നു. പോണോ? ഒരു ദിവസം പോയി പോരോ. കല്യാണത്തിന് 2 ആഴ്ച ഇനിയുണ്ട്. പെണ്ണ് പായൊന്നാലും ആന്ന് അല്ലേ. അവിടുന്ന് അമ്മയും മേമയും ഒക്കെ പറഞ്ഞു കേട്ടോ എപ്പോഴാ വരുമൊന്നും വേണ്ട, ഇവിടെ എന്തേ പണിയൊക്കെ ഉണ്ടാവും. അമ്മേ അങ്ങനെ കാര്യമുണ്ട്. ഇവള് പായി തന്നെയല്ലേ, എന്തേ ഒരു പണിയുണ്ട് ഓക്ക്. ഇവള് കല്യാണ പേരും പറഞ്ഞ് പോകും. ഓളാടെയൊന്നും ഉണ്ടാകുമല്ലോ, ഓള് കടപ്പറാടെങ്കിലേക്കും ഉണ്ടാകുക. അല്ല കൊറേ പഴയ പിള്ളേരൊക്കെ ഉണ്ടാകുക, ലൈറ്റുകളെപ്പോഴും കളിക്കുക, ഡാൻസ് പഠിക്കുക, ഇതൊക്കെയാ ഓളെ പണി. എന്തേലും ആയിട്ടെ ഒന്നും പറയണ്ട, എവിടെയെങ്കിലും പോയിക്കോട്ടെ. അല്ല ഇപ്പൊ പറഞ്ഞ പോലും നാളെ തൊട്ട് പോകൂല. ഒരു നാളെ അതിലും നേരത്തെ പോകും, അതിലും നേരം വൈകി വരികയും ചെയ്യും. ആ കാലൊക്കെ പോയി. അതിനും പോവാൻ്റെ ഓളെ പറ. ഞാൻ പോകുന്നതിനൊന്നുമില്ല, ഞാൻ പോലൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് കൂടെ ഇവിടുന്ന്. അമ്മയെ കെട്ടിലമ്മ വരുന്നുണ്ട്. ഇപ്പം വന്നെന്തോ കളിയായിക്കാന് കളിക്കുക. യോഗത്തിന് വെള്ളം എന്താ കൊടുക്കുക, പണിയെടുത്ത് എണിച്ച് വരികയല്ലേ, എന്തെങ്കിലും ആയോട്ടെ അല്ലേ. നൈറ്റ് അധ്വാനുള്ള പണിയൊന്നല്ലേ, തുള്ളാൻ പോകുന്ന 10-5 എണ്ണം ഉണ്ട്. എന്തെങ്കിലും ആയോട്ടെ പോ. ഇവിടെ മാറില് പൊളിക്കാൻ മോളെ. ഇത് ഒക്കെ മേത്തയ്ക്കാനാ. എന്നാലും എന്തേ ചായ എന്തേ എടുത്ത് കുടിച്ചോ? ചായ വെച്ചിക്ക് ഞാൻ. ക്ഷീണല്ലേ, ഞങ്ങൾ ചായ കുടിച്ചോ, നീ പോയി കുടിച്ചോ. ഓ എന്നിട്ട് വേഗം മേലെ ഇക്കാള് കൊയക്കാവൂലേ. പോയി കിടന്നോ. പറയാനും വേണ്ട, അല്ലെങ്കിൽ ഓളിപ്പം കിടക്കയിലേക്കാ പായുന്നത്. അല്ല സ്ഥിരം പരിപാടിയല്ലേ, വരുന്ന കയറാനല്ല പെണ്ണ് അങ്ങ് പോകും അറയിലേക്ക്. ഇനി എന്താ പണിയെടുക്കണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നുണ്ടല്ലോ ഓള് പണിയെടുക്കുന്നതൊക്കെ. അത് ഓള് ഇങ്ങളെ കാണിക്കാനാമ്മ. എന്നാ നിങ്ങളാടെ എല്ലാരോടും പറയല്ലോ നല്ല പെണ്ണ എല്ലാം എടുക്കുക ഓളാന്ന്. അതിനെ ഓള് കെട്ടില്ലമ്മ ഇവിടെ ഒന്നും എടുക്കല്ല. അല്ലോ ഇനിയിപ്പം ചെക്കൻ വന്ന നിങ്ങള് കണ്ടോളുണ്ട്, പെണ്ണ് തുണി മടക്കലും ബക്കറ്റെടുത്ത് പായലോ ആരെ പോലെ കുഞ്ഞനെ എടുത്തോണ്ട് നടക്കലോ, ഇതൊന്നും ചെറുത് നിലവിളിച്ചാലും കൂടി ഓള് കാണൂലേ. അത് തന്നെ അതിനാണ്. നല്ല പറഞ്ഞോ, ഓളൊന്നും കേക്കണ്ട. അമ്മ അത് എടുത്ത് വെച്ചിട്ട് വര്. ആ ചായപാത്രം ഒക്കെ ഉണ്ടാവും പാടെ നിരത്തി ഇട്ടേക്ക്. ഓളിപ്പൊ മേലോ തലയിലോ എന്തെല്ലോ ക്രീമൊക്കെ തേക്കാൻ പോയിണ്ടാവും. കോഴിമുട്ടേന്റെ വെള്ളയൊക്കെ എടുത്ത് വെച്ചേക്ക്. അതൊക്കെ എന്തെല്ലോ ആക്കാനുണ്ടാവും. ഇവിടെ ഏത് നേരം ഒലുമ്പാൻ പോയിക്ക്, ഇതുവരെ ഒലുമ്പി കഴിഞ്ഞില്ലേ മോളെ? ഒലുമ്പി കഴിഞ്ഞല്ലേ? ഓ അമ്മ ഒലുമ്പി കഴിഞ്ഞ്. ഞാൻ പിന്നെ കുറച്ച് ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി കുളിപ്പുണ്ട്, ഒന്നുകൂടി ആറിക്കോട്ടല്ലേ. അത് പിന്നെ എടുക്കാം. ഈ ബക്കറ്റ് അവിടെ തന്നെ കൊണ്ടുവച്ചെടുക്കാം. എനിക്ക് കക്കോടി ഒന്ന് പോവാണ്ട്. ഞാൻ എന്നാ പോട്ടെ. പോയിട്ട് ഇനി കുറച്ച് തുണിയല്ലേ, അതമ്മ കുറച്ച് പിന്നെ ഒലുമ്പ് പങ്കാടുത്തി മുപ്പത്തി അങ്ങോട്ട് പങ്കാടുത്തി വിചാരിക്കും ഇതൊക്കെ ഓള് തിരുമ്പിയാണ്, മറ്റാ പറ്റൂല. ഞാൻ തിരുമ്പിയാ വിചാരിച്ചോട്ടെ. സീന ഇവിടെ ഉണ്ടായിരിക്കും. തുണിയൊക്കെ ആറിട്ടിരുന്നു, കറ്റ വരലില്ല, പണിയൊക്കെ ഉണ്ടാവും. നോക്കട്ടെ. സീനെ പണി തന്നെ ആയിക്കൂലേ? എന്തായാലും തങ്കേച്ചിയോ ഒന്നും പറയണ്ട തങ്കടുത്തി, എന്തോ പണി തന്നെയാ.
ഒരു ഇത്തിരി നിക്കാൻ നേരം ഉണ്ടാവൂല, പണി തന്നെയാണ്, പറ്റ പോരയല്ലേ. എനക്കിനി പിന്നെ മരുവോളുള്ളതിനെ കൊണ്ട് കുറച്ചൊക്കെ ഓളങ്ങ് സഹായിക്കുമല്ലോ അല്ലേ. ഏത് മരുവൾ ഉണ്ടായിട്ടുണ്ടാകാൻ കടുത്ത് കണ്ട തുണി മുയ്യുമേ ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഒലുമ്പി ഇട്ടിട്ടേ ഉള്ളൂ. ഓളിപ്പം വേഗം എടുത്തോളെ പാട്ടിന്. ഞങ്ങൾക്ക് എന്തിന്റെ കേടാ തങ്കാടിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരി. ഒരു വക പെണ്ണ് ചെയ്യൂല. രാവിലെ തന്നെ വേഗം തൂക്കി അങ്ങ് പോവും. എന്നിട്ട് ഒരു നേരം അങ്ങോട്ട് കയറി വരും. ഓൻ വരുമ്പോ വേഗം 4 തുണി എടുത്ത് അറിയിടലോ, ഇഞ്ച അമ്മനെ കാണുമ്പോൾ അതുപോലെ എന്തല്ലോ ഓളെ പോയി മണിക്കലോ കുഞ്ഞനെ എടുക്കലോ ഒന്നും പറയണ്ട കാര്യത്തിൽ. അതൊന്നല്ലല്ലോ ഞാൻ കേട്ടത്. എല്ലാ പണി ഓള് തന്നെയാണ് എടുക്കാന്ന്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഓള് പോവുക. അതുള്ള തന്നെയാ തങ്കാടുത്തിയ. ആരെയും കാണുമ്പോളേ പെണ്ണിനെ ഒരു പടക്കല. ശോഭന ചേച്ചി അവിടെ നിന്ന് നോക്കുമ്പോഴേക്ക് എന്താ ഓലൊക്കെ വിചാരിക്കും പെണ്ണാ അവിടെ ഒക്കെ ചെയ്യുന്നെന്ന്. എന്തൊക്കെയോ ഒരു കളി. ഒന്നോട്ട് നായി നീക്കുകയില്ല. നിങ്ങൾ അടുക്കളയിൽ പോയി നോക്കി നന്നാക്കിയിട്ടൊന്നുമില്ല. ഇനി ഞാൻ അടുക്കളയിലേ പോവുക. ഫീൽഡ് വർക്കാണ് അയക്കൂഞ്ഞ കക്കോടിയാനൊക്കെ പറഞ്ഞ് വേഗം തൂക്കി പോകും. എങ്ങോട്ടാ നിങ്ങൾ ആരോട് വയ്ക്കുന്നത്? പിള്ളേരെ എപ്പരം കടപ്പുറയ്ക്കാൻ പോകുന്നേക്കും. എന്തോ കഥയാ പെണ്ണിൻ്റെ. എന്നാൽ അങ്ങനെയൊക്കെയാ അല്ലേ കഥ? എന്നാ ഞാൻ വിചാരിച്ചു നല്ല മരുവളാണ്, ഓളാണ് എല്ലാം ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. ഇതൊന്നല്ല തങ്കാടുത്തിയ, കുറെ പറയാനുണ്ട്. നിങ്ങൾക്ക് നേരമില്ലല്ലോ. നിങ്ങൾ വേഗം പോയി വരി, പിന്നെ നമുക്ക് പറയാട്ടോ. എന്നാ ഞാൻ പോട്ടോ, എനിക്ക് നേരമില്ല. ഞാൻ പിന്നെ വരുന്നുണ്ടേ. നിങ്ങൾ എന്തായാലും വരുന്നേ. ഓ വരണ്ട് വരണ്ട്. മീനോ ചോറ് പാത്രത്തിലാക്കില്ലടോ, വേഗം എടുക്ക്. കുഞ്ഞെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എടുത്തോളൂ നിങ്ങള്. അമ്മ കുഞ്ഞിന്റെ നല്ലോണം നേരം കരയുന്ന. കുഞ്ഞാനെ ഞാൻ എടുക്കാം. അങ്ങി പോയി ചോറുണ്ടേക്ക്. അല്ലമ്മ ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ എടുക്കും. പോയിട്ട് കരയല്ലടാ, കരയല്ല. അതാ ഇതെന്തിനാ ഇങ്ങനെ കരഞ്ഞ കുഞ്ഞെ? എത്രയോ നേരമായി മോനെ കരയുന്ന്. ഓള് കേട്ടാലും എടുക്കൂല. ഓള് എവിടെ എന്നാർക്കറിയാം. കുഞ്ഞന്റെ അമ്മയാണെ കുളിക്കാനും പോയി. അതിന് ഓള് ഇവിടെ ഇല്ലല്ലോ, ഓളാടും തിരുമ്പ് തണ്ടിക്കല്ലോ. ഏടെ തിരുമ്പാനുള്ളൊക്കെ അമ്മ അങ്ങ് തിരുമ്പിക്കും മോനെ. ചൂലും കൊണ്ടത് ഏതോ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നു. ഓള് കേട്ടുണ്ടാവില്ല അമ്മ, ഓള് കേട്ടുണ്ടാവില്ല അങ്ങ് എടുക്കൂലേ? ഓള് കേട്ടിട്ടൊക്കെ ഉണ്ടാവും മോനെ. ഓള് എടുക്കൂല. പകലൊക്കെ ഞാൻ തന്നെ. എന്റെ അറിയ ഇവിടുത്തെ കഥ. ഓള് പറയുന്നാന്ന് എന്റെ വിചാരം. എനിക്ക് ആവില്ല അങ്ങോട്ട് വർത്താൻ പോലെ. എന്തായാലും ഞാൻ പോകട്ടോ. ഇനി ഉണ്ട് മോനെ എന്തല്ലോ പണി. കുഞ്ഞനെ കടത്താട്ടെ. ഏട്ടാ ഞാൻ ചോറ് എടുക്കേനു. ഏട്ടാ ചോറ് മതി, വേഗം കൊടുക്കണ്ട.